ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്ക എടുത്തിട്ട് അതിൻ്റെ കുരുവും അതിൻ്റെ പീലിയൊക്കെ കളഞ്ഞ് നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇതുപോലെ ചെറുതാക്കി ഒന്ന് മുറിച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അരച്ചും കൂടി എടുക്കണം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ഉരുങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ചക്ക അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചക്കയിലേക്ക് കുറച്ച് ശർക്കര കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പാനിയാക്കി ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഈ ശർക്കര ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരയൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് കിടക്കണ ഉരുകാത്ത ശർക്കരയൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതൊരു 2 കഷ്ണം ചുക്കും 3-4 ഏലക്കയും കൂടി പൊടിച്ചതാണ് കേട്ടോ. ഈ പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരയും ചുക്ക് പൊടിച്ചതും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ദിവസം വയ്ക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വരട്ടി തന്നെ എടുക്കണം. നെയ്യൊക്കെ ഇനിയും കൂടുതൽ ഒഴിച്ച് നന്നായിട്ട് വരട്ടി എടുത്താൽ കൂടുതൽ ദിവസം ഇരിക്കും. ചക്കയുടെ പീസൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കിടപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇത് ഇപ്പോൾ ഒത്തിരി ദിവസമൊന്നും ഞാൻ വെച്ചേക്കാനല്ല കേട്ടോ. ഇപ്പം ഇത് ഒരുവിധം നന്നായിട്ട് തന്നെ നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ഞാൻ എടുക്കണില്ല, കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പം ബാക്കിയുള്ളതിലേക്ക് ഞാൻ 1/2 മുറി തേങ്ങകളുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഇടാം. ഇതൊന്ന് കുഴഞ്ഞ് ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റിയ പരുവത്തിലാണ് വരെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ അത്രയും പൊടി തന്നെ മതിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒരുവിധം ആറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിനെ കുഴച്ചെടുക്കാം നന്നായിട്ട്. ചെറിയ ചൂടുണ്ട് കേട്ടോ, ചെറുതായിട്ട് കൈയൊക്കെ പൊള്ളണുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ളും നമ്മുടെ കറുത്ത മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം ഇതിലിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ സമയം ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ചക്കയുടെ മിക്സ് നമുക്കിതുപോലെ ഉരുട്ടി ഏതെങ്കിലും എന്ത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം ഇത് വെച്ച് കഴിഞ്ഞ് ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളായി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ചക്ക കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ തന്നെ നമുക്ക് വൈകുന്നേരത്തെ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.